നമസ്കാരം. സിദ്ധാർത്ഥന്റെ മരണത്തിൽ നീറി കഴിയുകയാണ് ആ അച്ഛനും അമ്മയും. സിദ്ധാർത്ഥന് ഇതുവരെയും നീതി കിട്ടിയിട്ടുമില്ല. നീതി ലഭിക്കണമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഗ്രഹിക്കുന്നതുമില്ല. അതുകൊണ്ടാണല്ലോ സിദ്ധാർത്ഥന്റെ മരണം CBI അന്വേഷിക്കുമെന്ന് ഉത്തരവിട്ടുകൊണ്ട് ആ കുടുംബത്തെ അല്ല, കേരളം മനസാക്ഷിയെ മുഴുവൻ പറ്റിച്ചത്. അത് മനസ്സിലായതോടെ അച്ഛനും അമ്മയും ക്ലിഫ് ഹൗസിലേക്ക് സമരം നടത്താൻ ഒരുങ്ങിയതാണ്. അതോടെ CBI അന്വേഷണത്തിനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ടെന്ന് അറിയിക്കാനുള്ള തത്രപ്പാടായി. SFI നേതാക്കളുടെ ആൾക്കൂട്ട വിചാരണയ്ക്കും ക്രൂര മർദ്ദനത്തിനുമിരയായി വയനാട് പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ അന്വേഷണം CBIക്ക് കൈമാറിയുള്ള വിജ്ഞാപനത്തിന് എത്രയും വേഗം നടപടിയെടുക്കാൻ കേന്ദ്ര സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണിപ്പോൾ. CBI അന്വേഷണത്തിനുള്ള നടപടികൾ സർക്കാർ മനഃപൂർവ്വം വൈകിപ്പിക്കുകയാണെന്നാരോപിച്ച് സിദ്ധാർത്ഥന്റെ പിതാവ് T ജയപ്രകാശ് നൽകിയ ഹർജിയിന്മേലാണ് കോടതിയുടെ ഈ നടപടി. ഹർജി ഏപ്രിൽ 9 വീണ്ടും പരിഗണിക്കും. രൂക്ഷ വിമർശനമാണ് സംസ്ഥാന സർക്കാരിനെതിരെ കോടതി ഉന്നയിച്ചത്. കേസിൽ CBI അന്വേഷണം തീരുമാനിച്ച ശേഷം 18 ദിവസം വൈകിയാണ് സംസ്ഥാന സർക്കാർ രേഖകൾ കൈമാറിയതെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി, ക്ലറിക്കൽ ജോലികൾ മാത്രമായിരുന്നില്ലേ ഇതെന്നും വൈകിയതിന് ആരാണ് ഉത്തരവാദിയെന്നും ചോദിച്ചു. ഔദ്യോഗികമായി രേഖകൾ കൈമാറുന്നത് എന്തിനാണ് താമസം വന്നതെന്നും കോടതി ആരാഞ്ഞു. അന്വേഷണം വേഗത്തിലേറ്റെടുക്കാൻ വേഗത്തിൽ നിർദ്ദേശം നൽകണമെന്നാണ് ഹർജിയിലെ പ്രധാന ആവശ്യം. അന്വേഷണം അട്ടിമറിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നുവെന്നും പിതാവ് ആരോപിച്ചിരുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ CBI എന്നിവരാണ് ഹർജിയിലെ എതിർകക്ഷികൾ. ഹർജി പരിഗണിച്ച ഹൈക്കോടതി എത്രയും വേഗം കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ വിജ്ഞാപനം പുറപ്പെടുവിക്കണമെന്ന് നിർദ്ദേശിച്ചു. കൂടാതെ CBIക്ക് രേഖകൾ കൈമാറാൻ വൈകിയതിനെയും വിമർശിച്ചു. CBIക്ക് രേഖകൾ കൈമാറാൻ എന്തായിരുന്നു താമസമെന്നായിരുന്നു കോടതി ചോദിച്ചത്. കാലതാമസത്തിന് ഉത്തരവാദി ആരാണെന്നും സംസ്ഥാന സർക്കാരിനോടായി കോടതി ചോദിച്ചിരുന്നു. സിദ്ധാർത്ഥന്റെ മരണത്തിൽ അന്വേഷണം CBIക്ക് വിട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചെങ്കിലും രേഖകൾ CBIക്ക് കൈമാറാത്തത് വിവാദമായിരുന്നു. ഇതേ തുടർന്നാണ് സംസ്ഥാന സർക്കാർ CBI അന്വേഷണത്തിനായി രേഖകൾ കഴിഞ്ഞ മാസം അവസാനം കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന് കൈമാറിയിരുന്നത്. ഇപ്പോഴത്തെ കോടതി ഇടപെടലിനെ സിദ്ധാർത്ഥന്റെ കുടുംബം ആശ്വാസത്തോടെയാണ് നോക്കിക്കാണുന്നത്. കോടതി വിധി സ്വാഗതം ചെയ്യുന്നതായി പിതാവ് ജയപ്രകാശ് പ്രതികരിച്ചിട്ടുണ്ട്. CBI അന്വേഷണത്തിലൂടെ നീതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. നേരത്തെ സിദ്ധാർത്ഥന്റെ മരണം CBIക്ക് വിട്ടതോടെ സംസ്ഥാന പോലീസ് അന്വേഷണം അവസാനിപ്പിച്ച മട്ടിലായിരുന്നു കാര്യങ്ങൾ. CBI അന്വേഷണം പ്രഖ്യാപിച്ച 9-ാം തീയതിയാണ് 2 പ്രതികളെ കൂടി അറസ്റ്റ് ചെയ്തത്. സംഭവത്തിൽ 20 പേരുടെയും അറസ്റ്റ് പൂർത്തിയായെന്നാണ് പോലീസ് പറയുന്നത്. തുടർന്ന് അന്വേഷണത്തിൽ പുരോഗതി ഉണ്ടായിട്ടില്ല. CBI എത്തുന്നതുവരെ തെളിവുകൾ നഷ്ടപ്പെടാതിരിക്കാനും എല്ലാ പ്രതികളെയും ഉൾപ്പെടുത്താനും പോലീസ് ശ്രമിക്കുന്നില്ലെന്നാണ് സിദ്ധാർത്ഥന്റെ ബന്ധുക്കൾ ആരോപിച്ചത്. തെളിവുകൾ നശിപ്പിക്കാൻ ഒത്താശ ചെയ്തുവെന്നും പരാതിയുണ്ട്. മർദ്ദനം നടക്കുന്ന സമയത്ത് സിദ്ധാർത്ഥന്റെ മൊബൈൽ ഫോൺ കൈകാര്യം ചെയ്തയാളെ ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ലെന്ന് സിദ്ധാർത്ഥന്റെ അച്ഛൻ ആരോപിച്ചിരുന്നു. കേസ് CBI ഏറ്റെടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന ചോദ്യവും രക്ഷിതാക്കൾ ഉന്നയിച്ചു. ഫെബ്രുവരി 18 ഉച്ചയോടെയാണ് സിദ്ധാർത്ഥനെ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണത്തിന് മുൻപ് ക്രൂരമർദ്ദനത്തിനിരയായെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മരണവുമായി നേരിട്ട് ബന്ധമുണ്ടെന്ന് കോളേജിലെ ആന്റി റാഗിംഗ് സ്ക്വാഡ് കണ്ടെത്തിയ SFI നേതാക്കൾ അടക്കം അറസ്റ്റിലായി. അന്വേഷണം തുടരുകയാണെന്ന് വൈത്തിരി പോലീസ് പറയുന്നുണ്ട്. കൽപ്പറ്റ DYSP TN സജീവനാണ് അന്വേഷണ ചുമതല. നന്ദി.